ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ കാലത്തിന്റെ ഒരു ശുശ്രൂഷകരായി ഈ കാലത്തിന് വേണ്ടി ദൈവം കണ്ടെത്തിയ നമ്മളെ ഓരോരുത്തരെയും ദൈവം വീണ്ടും അഭിഷേകം ചെയ്യുവാൻ നമുക്ക് നല്ലൊരു അവസരം ദൈവം തന്നു. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ഒരു ദൈവ മനുഷ്യനോട് ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒരു ദൈവ മനുഷ്യനെ ദൈവം പരിചയപ്പെടുത്തുന്നതാണ്, ഒരു ദൈവ മനുഷ്യന് ദൈവം നൽകുന്ന അറിവാണ് അവന്റെ നാളത്തെ ശുശ്രൂഷ എന്ന ഒരു സംഭവം നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, മോശയെ ദൈവം പല കാര്യങ്ങൾ പല ആവർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം പഠിച്ചിട്ടും മോശ തന്റെ കുറവിനെ ദൈവസന്നിധി വിളിച്ചു പറയണം, കർത്താവേ, ഞാൻ കുറവുള്ളവൻ തന്നെയാണ്, നീ എനിക്ക് പകരം ഒരാളെ വിടണേ. നമ്മള് ഇന്നലെ പഠിച്ച പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-13 തിരുവചനങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. 11-12 തിരുവചനങ്ങളാണ് പഠിച്ചത്. 13-ാമത്തെ തിരുവചനത്തിൽ മോശയെ ദൈവം ഇത്രമാത്രം പഠിപ്പിക്കും, ഞാൻ നിനക്ക് വാക്ക് തരും, ഞാൻ നിന്നെ പഠിപ്പിക്കും, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടും ദൈവം മോശ ഇത്രമാത്രം പരിചയപ്പെടുത്തി കൊടുത്തിട്ടും ഇതാ മോശ ദൈവത്തോട് പറയാണ്. എന്നാൽ 13-ാം തിരുവചനം, പുറപ്പാട് 4:13 ഒന്ന് വായിച്ച സോണി ബ്രദർ, ഒന്ന് വായിച്ച്. പുറപ്പാട് 4:13. എന്നാൽ മോശ അപേക്ഷിച്ചു. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവേ, ദയചെയ്ത് മറ്റാരെങ്കിലും അയക്കണമേ. ശ്രദ്ധിക്കട്ടെ, മോശ ദൈവത്തോട് പറയാണ്, കർത്താവെ, ദയവ് ചെയ്ത് അങ്ങ് മറ്റാരെങ്കിലും ഒന്ന് അയക്കണമേ. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഇതുപോലെ ദൈവത്തിന് മനസ്സിനിണങ്ങിയ മറ്റൊരാളുണ്ടായിരുന്നെങ്കിൽ മോശ ദൈവം തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. അതതിന്റെ ഒരു ഭാഗമാണ്, സത്യമാണ്. എന്നെ പോലെയും നിങ്ങളെ പോലെയും വേറൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ എന്നെ പോലെയും നിങ്ങളെ പോലെയും വേറൊരാളില്ലാത്തത് കൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. മനസ്സിലായോ? ഹല്ലേലൂയ. അതിൽ നമുക്കുള്ള കുറവും ബലഹീനതകളും എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം നമ്മളെ അഭിഷേകത്തിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ, ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് വിളിയിലേക്ക് നയിക്കുമ്പോൾ, ശുശ്രൂഷയുടെ മുഖത്തേക്ക് നയിക്കുമ്പോൾ, ശുശ്രൂഷയുടെ ഏരിയകൾ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ, നമ്മുടെ കുറവുകളെ ദൈവം നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നും പതിയെ സാവകാശം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കൊണ്ടേയിരിക്കും. ഒരു ദൈവ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരിക്കുക. നമ്മള് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് ജെറമ്യാ 1:4 ആരെങ്കിലും ഒന്ന് സോണി ബ്രദർ വചനം നോക്കി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ശ്രദ്ധിച്ചുകട്ടെ, നിർത്തി വായിച്ച്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം ഞാൻ നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അടുത്തത്, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ദൈവ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു ദൈവത്തിനായി ദൈവം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആരംഭത്തിൽ ദൈവം ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിശുദ്ധീകരിച്ചെടുക്കുക. അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലാണ്. അത് എല്ലാ കാലത്തും ദൈവം അങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമ 8 അതിന്റെ 29-30 തിരുവചനങ്ങൾ നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ ബ്രദറെ. റോമ 8:29-30. മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. നിർത്തിക്കേ ഒരിക്കൽ കൂടി വായിച്ച ബ്രദറെ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട്, ശ്രദ്ധിച്ചിട്ടെ, ദൈവം തന്റെ ശുശ്രൂഷകരെ മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ഈ 2026 എന്നെ ദൈവം അറിഞ്ഞതല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം മുൻകൂട്ടി എന്നെ അറിഞ്ഞിരിക്കുക. നമ്മൾ ഓരോരുത്തരെയും ദൈവം മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ ഈ സമയത്താണ് ദൈവം, ഒരിക്കലുമല്ല. നമ്മൾ ഇങ്ങനെ ഒരു
ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോഴാണ് ദൈവം അറിയുന്നത്, ഞാനൊരു ധ്യാനം കൂടിയപ്പോഴാണ് ദൈവം അറിയുന്നത്. അങ്ങനെയൊന്നല്ല. ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ്. പ്രവാചകൻ ജെറമ്യായോട് നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനാക്കി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ ജ്ഞാനത്തിന്റെ രഹസ്യം വെളിപ്പെട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവം നമ്മളെ മുന്നമേ അറിയുകയാണ്. ഒരു മുന്നറിവിൽ നിന്നാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസത്തിൽ നമുക്കൊരു ധ്യാനത്തിൽ പങ്കെടുത്തു, നമ്മളൊരു സ്പെഷ്യൽ കോൺഫറൻസിൽ പങ്കെടുത്തു, അങ്ങനെയൊന്നുമല്ല ഈ അഭിഷേകം പകരപ്പെട്ടത്. ഈ കോള് വന്നത് നമ്മള് ജനിക്കുന്നതിന് മുമ്പേ, ഈ സംവിധാനമൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്നതിന് മുമ്പേ, ഈ കേരളം നമ്മൾ കാണുന്നതിന് മുമ്പേ, നമ്മുടെ ഇന്ത്യ നമ്മൾ കാണുന്നതിന് മുമ്പേ, ലോകം നമ്മൾ പല രാജ്യങ്ങൾ കാണുന്നതിന് മുമ്പേ ദൈവം നമ്മളെ ഓൾറെഡി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ നിഗൂഢമായ മഹത്വം. ദൈവമെല്ലാം ഇപ്പോൾ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവ ഹൃദയത്തിൽ അത് രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിന്റെ പ്രവൃത്തിയുടെ കാലമാണ് ഈ കാലം. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പഠിച്ചല്ലോ. ദൈവ ഹൃദയത്തിൽ നിന്നാണ്. ഇന്നലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർ ഇന്നലത്തെ പ്രോഗ്രാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കാണണം. ഗ്ലോറിഫയർ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലത്തെ രണ്ടാം ഭാഗത്തിന്റെ സെക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കേൾക്കണം. ദൈവഹൃദയത്തിൽ നിന്നാണ് ദൈവ ശുശ്രൂഷകൾ രൂപപ്പെടുന്നത്. ഒന്നാമത് ദൈവഹൃദയത്തിൽ നിന്നാണെന്നെല്ലാം നമ്മളിൽ നിന്ന് പഠിച്ചല്ലോ. ഇതാ ദൈവം പെട്ടെന്നൊരു സമയത്ത് നമ്മളെ തിരഞ്ഞെടുക്കുകയല്ല, ഒന്ന് യാദൃശികമായി സംഭവിക്കുന്നതല്ല. നേരത്തെ പദ്ധതി പ്രകാരമാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞത്. എന്നാൽ ശുശ്രൂഷയുടെ മുഖം, അല്ലെ ശുശ്രൂഷയ്ക്കായി ശുശ്രൂഷയുടെ വേദി, ശുശ്രൂഷയുടെ രീതിയെല്ലാം ഈ കാലത്തായിരിക്കാം ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഫോം ചെയ്ത് ദൈവം പുറത്തെടുക്കുന്നത് എന്നൊരു അവസ്ഥാ വ്യത്യാസമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അല്ല, തെരഞ്ഞെടുപ്പ് മുന്നമേയാണ്. ഹല്ലേലൂയ. വായിച്ച ബ്രദർ, ഒരിക്കൽ കൂടി ആ വചനം വായിച്ച്. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവപിതാവ് താൻ മുൻകൂട്ടി അറിഞ്ഞവരെ, ഈ എന്നെ എങ്ങനെ ദൈവം മുൻകൂട്ടി അറിഞ്ഞത്? കാര്യം എന്നാന്നറിയോ? അതിന്റെ രഹസ്യമാണ്. ഞാൻ ദൈവഹൃദയത്തിലായിരിക്കുന്നേ. ദൈവം എന്നെ ഹൃദയത്തിൽ തന്നെ അറിയുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവഹൃദയത്തിൽ ഞാനുണ്ട്. ആ അറിവാണ് എനിക്ക് ഒരു വിളി തരുവാൻ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പദവി കൈമാറുവാൻ അന്നേ ദൈവപിതാവിന്റെ മനസ്സിലെ ആ അറിവിൽ നിന്നാണ്, ആ അറിവാണ് ദൈവപിതാവിനെ വിളിക്കാൻ ഇടയായി തീർന്നത്. അതൊരു വായിച്ച ബ്രദറെ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. അവിടുന്ന് നിർത്തി വായിച്ച്. മുൻകൂട്ടി അറിഞ്ഞവരെ മാത്രം, അറിഞ്ഞവരെ മാത്രം, വേറെ ആരും ഇതിനകത്ത് ഈ സെലക്ഷൻ കൊടുക്കുന്നില്ല. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ മാത്രം. ഹല്ലേലൂയ. ദൈവം ഈ ഭൂമിയിലെ എന്റെ അവസാനത്തെ ദിവസം പോലും അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സർവീസിൽ എന്നെ നിർത്തിയിരിക്കുന്നത്. എന്റെ അവസാന ദിവസം ഞാൻ അറ്റാക്ക് വന്ന് മരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മരണം സംഭവിക്കുകയോ ചെയ്യുന്ന ആ അവസാന ദിവസം ഇന്ന് ആയിരിക്കുന്ന പോലെ ദൈവത്തിന് മുൻപിൽ തുറന്നിരിക്കുകയാണ്. ആ അറിവാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള അറിവ്. അതാണ് ദൈവത്തിന്റെ ഒരു മഹനീയത. ഹല്ലേലൂയ. മുൻകൂട്ടി അറിഞ്ഞവരെ മാത്രം, അല്ലാത്ത ആരെയും ഇതിൽ ദൈവം സെലക്ട് ചെയ്യില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു അപ്പന്റെ മകനായത്, ഇന്ന വീട്ടിലെ ഒരു അപ്പന്റെ മകനായതുകൊണ്ടോ, ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ധ്യാനം കൂടിയത് കൊണ്ടൊന്നും അല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. ഈ ലോകത്തിൽ ഒരു വ്യവസ്ഥയും ദൈവ തെരഞ്ഞെടുപ്പിന് കാരണമല്ല. ഇത് ദൈവപിതാവിന്റെ ഇഷ്ടത്താൽ തെരഞ്ഞെടുക്കുന്നതാണ്. ഹല്ലേലൂയ. കാര്യം ദൈവത്തിന്റെയാണ് ശുശ്രൂഷ, ദൈവത്തിന്റെയാണ് ശുശ്രൂഷകൻ, ദൈവത്തിന്റെയാണ് ശുശ്രൂഷ വരപ്രസാദം, ദൈവത്തിന്റെയാണ് ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോം, ദൈവത്തിന്റെയാണ് ശുശ്രൂഷ പദവികൾ, ദൈവത്തിന്റെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് കൈമാറി തരുന്ന കൃപാവരങ്ങൾ എല്ലാം ദൈവത്തിന്റെയാണ്. നമ്മളും ദൈവത്തിന്റെയാണ്. അപ്പൊ നമ്മൾ ദൈവം തെരഞ്ഞെടുത്തു. കണ്ടോ, ദൈവം നമ്മൾ തെരഞ്ഞെടുത്തു, നമ്മുടെ കയ്യിലേക്ക് ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നു. ആ ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിന് വേണ്ട വരങ്ങൾ ഏൽപ്പിക്കുന്നു, ശക്തി ഏൽപ്പിക്കുന്നു, ജ്ഞാനം ഏൽപ്പിക്കുന്നു, ബോധ്യങ്ങൾ ഏൽപ്പിക്കുന്നു, വെളിപാടുകൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാം ദൈവം
ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. നമ്മളെ എവിടെയോ ജനിച്ചത് കൊണ്ടോ ഏതോ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടോ ഇതൊന്നുമല്ല. ഇതെല്ലാം ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു അപ്പനും ജനിക്കുന്നത്, നമ്മൾ ധ്യാനം കൂടുന്നത്, നമ്മൾ ശുശ്രൂഷയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ ഭാഗമാണ്. ഓരോ പദ്ധതികളാണ് ദൈവത്തിന്റെ. ഹല്ലേലൂയ. വായിച്ച ബ്രദറെ. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. നിർത്തിക്കുക ബ്രദറെ. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കാലം, എന്നാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവപിതാവിന്റെ പദ്ധതിയുടെ ദിനമായപ്പോൾ ദൈവം ജോയ് എന്ന് വിളിച്ച് എന്നെ വേർതിരിച്ചു. ഉണ്ടോ? ദൈവം കണ്ട ഒരു കാലം, അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്. ദൈവം വിളിച്ച കാലം, ഞാൻ ജനിച്ച് ഒരു പ്രായത്തിലെത്തിയപ്പോഴാണ് ദൈവം എന്നെ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ ദൈവത്തിന്റെ മുൻപിൽ കണ്ടവനായിരുന്നു. എന്നെ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ ദൈവത്തിന് മുൻപിൽ കണ്ടവനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ വിളിക്കുള്ള യാതൊരു യോഗ്യതയുടെ നന്മകളും എന്നിലില്ലായിരുന്നു. എങ്ങനെയാണ് പിന്നെ ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് ഞാൻ പല ആവർത്തി ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തമ സത്യം ഇതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു പാപം ചെയ്ത് ജീവിക്കുന്ന നാളിൽ, ഒരു നുണ പറയുമ്പോഴോ, ഞാൻ ജഡികാസക്തിയിൽ വീഴുമ്പോഴോ, അല്ലെങ്കിൽ അഹങ്കരിച്ച് നടക്കുന്ന കാലത്തൊക്കെ ദൈവം എന്നെ കാണുന്നത് എന്റെ ഇന്ന് ആയിരിക്കുന്ന വിളിയിൽ നിന്നാണ്. ദൈവം തന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കുന്നത്. എന്റെ വിശുദ്ധ ജീവിതത്തെ നോക്കിയാണ് ദൈവം എന്റെ പാപകാലത്തെ ദൈവം കണ്ടുകൊണ്ടിരുന്നത്. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ദയയുടെയും അതിന്റെ ആ വലുപ്പം. അതൊന്നും ഒരിക്കലും അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അത് ദൈവപിതാവിന്റെ ഒരു വലിയൊരു ശ്രേഷ്ഠതയാണ്. നമുക്കൊന്നും ഒരിക്കലും ഇല്ലാത്ത, നമ്മുടെ കൂടെ സഹശുശ്രൂഷകരായി നിൽക്കുന്നവരെ അവരുടെ ബലഹീനത കാണുമ്പോൾ പിരിച്ചുവിടാറുള്ള പതിവ്. നിങ്ങൾ ഇനി ധ്യാനത്തിന് വരണ്ട, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണ്ട, നിങ്ങൾ ഇതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. നമുക്ക് അവരുടെ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ വ്യക്തി വിശുദ്ധനായി തീരുന്ന ആ വിശുദ്ധ കണ്ണുകൾ കൊണ്ട് ആ വ്യക്തിയുടെ ബലഹീനതയെ ചുമക്കാൻ കഴിഞ്ഞാൽ അതൊരു ദൈവ മനോഭാവമായി. അതാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ഈ മനോഭാവം ഉണ്ടായിരിക്കട്ടെ. ദൈവ മനോഭാവം ഒരു ദൈവ ശുശ്രൂഷകനെ സംബന്ധിച്ച് എപ്പോഴും വേണ്ടതാണ്. അതാണ് ഫിലിപ്പിയർ 2:5 അദ്ദേഹം പഠിപ്പിക്കുന്ന മനോഭാവം, ക്രിസ്തുവിന്റെ മനോഭാവം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവർ വായിച്ച്. ഫിലിപ്പിയർ 2:5. അല്ല ബ്രദറെ, റോമ കണ്ടില്ലേ? റോമ 8:19, 30, 29, 30. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. ബ്രദറെ ശ്രദ്ധിച്ച്, വിളിച്ചു. നമ്മൾ ആരും ഇടിച്ചു കയറി വന്നതല്ല. അങ്ങനെ ഇടിച്ചു കയറി വന്നാൽ ഇതിന്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റൂല. ഇടിച്ചു കയറി വന്നവൻ എന്തെങ്കിലും ഭിന്നതയൊക്കെ ഉണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, അസൂയ ഉണ്ടാക്കി, കോംപ്ലക്സ് ആകെ പ്രശ്നം ഉണ്ടാക്കി, അവൻ തടപ്പെട്ടു. ഇത് വിളിച്ച് ഉണ്ടാവും. ഒരു വിരുന്നിലേക്ക് ആ വീട്ടുടമസ്ഥൻ വിളിക്കുന്നത് പോലെ, വിവാഹ ഭവനത്തിലേക്ക് വീട്ടുടമസ്ഥൻ വിളിക്കുന്നത് പോലെ വിളിച്ച് കയറ്റി ശ്രേഷ്ഠ ഭോജനം, നല്ല ആഹാരം ആ വിരുന്നുകാരന് വീട്ടുടമസ്ഥൻ കൊടുക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ വിളി. കണ്ടത്? ആരും ഇടിച്ചു കയറി അന്ന് എനിക്ക് ഒന്ന് ശുശ്രൂഷിക്കണം, അങ്ങനെയൊന്നുമില്ല. വിളിയുള്ളവന് മാത്രമേ ദൈവരാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. വിളിയില്ലാതെ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് വന്നാൽ ആ വ്യക്തി ഭയങ്കര ഒരു പ്രശ്നക്കാരനായിരിക്കും. അതിന് വിളിയുള്ളവൻ വിളിക്കനുസരിച്ച് മുന്നോട്ട് കയറി വരുന്നില്ലെങ്കിൽ അവന് പിന്നെ ഏത് ബിസിനസ്സിന് പോയാലും, ഏത് തൊഴിലിന് പോയാലും, ഏതൊക്കെ ലാഭം നേടാൻ വേണ്ടി പോയാലും അവൻ അയ്യോ ദുരിതം. കാര്യം അവൻ വിളിയുണ്ട്, അവൻ മുമ്പോട്ട് കയറി വരണമായിരുന്നു, ശുശ്രൂഷ പദവി ഏറ്റെടുക്കണമായിരുന്നു. ഇത് രണ്ടുമുണ്ട്. വിളിയുള്ളവൻ മുൻപോട്ട് കയറി വരണം, വിളിയില്ലാത്തവൻ മുൻപോട്ട് വന്നാൽ അവനൊരു പ്രശ്നമാണ്. വിളിയുള്ളവൻ പിന്നോട്ട് പോയി മുന്നോട്ട് വരാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അവനും അത് പ്രശ്നമാണ്. ഇത് വിളി ഒരു ഭയങ്കര സംഭവമാണ്. വിളി അല്ലെങ്കിൽ അതാ അപ്പോസ്തലനായ പത്രോസ് വിളിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, 2 പത്രോസ് അതിന്റെ 1:10 അദ്ദേഹം പറയാണ്, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം. നിങ്ങൾ വിളിച്ചോ,
ഇനി വിളിച്ചതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സപ്പറേഷൻ. വിളി കിട്ടി, ദൈവരാജ്യത്തിന്റെ വേലയ്ക്കായി വിളി കിട്ടി, പണിക്കായി വിളി കിട്ടി, ശുശ്രൂഷയ്ക്കായി വിളി കിട്ടി. ഈ വിളിക്കകത്ത് ഒരു വെറൈറ്റി സെക്ഷനിലേക്ക് എന്നെ വിളിച്ചോ? വിളിക്കകത്തൊരു തെരഞ്ഞെടുപ്പ് എന്റെ മേലുണ്ടോ? എനിക്കൊരു പ്രോഫറ്റിക് ഏരിയ ആണോ? അങ്ങനെയാണ് ഞാൻ ഒരു പ്രോഫറ്റായി ആ നിലയിൽ മുന്നോട്ട് പോകണം. ഞാനൊരു പ്രീച്ചറാണോ? ഒരു സുവിശേഷ പ്രസംഗകനാണ്? ഞാനൊരു നല്ല ഉപദേശകനാണ്? ഞാനൊരു കൗൺസിലറാണ്? എന്നെ ദൈവം വിളിച്ച വിളിക്കകത്ത് ദൈവം എന്തിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു എന്ന് കണ്ടോ? ഒരു MLA ആയി ആളുകൾ തിരഞ്ഞെടുക്കുന്നു, ഇതാ MLA വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തുന്നതുപോലെ ദൈവരാജ്യത്തിനകത്ത് ഇങ്ങനെ ചില സെലക്ഷനുകളുണ്ട്. എല്ലാവരും ദൈവവേലക്കാരാണ്. ചിലരെ ദൈവം അപ്പോസ്തല പദവിയിൽ, ചിലരെ പ്രവാചക പദവിയിൽ, ചിലരെ സുവിശേഷ പദവിയിൽ, ചിലരെ ഇടയന്റെ പദവിയിൽ, ചിലരെ ഉപദേശകന്റെ പദവിയിൽ, അങ്ങനെ പല പദവി നൽകിയാണ് ദൈവം ഇരുത്തുന്നത്. നമ്മള് തുടർന്നുള്ള നാളുകളിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമായിരിക്കും. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉറപ്പാക്കിയാൽ, അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ ശ്രദ്ധിച്ചേ, ശുശ്രൂഷ ജീവിതത്തിൽ ഒരാൾ വീണു പോകുന്നു എന്ന് നിങ്ങൾ കാണുകയോ അറിയുകയോ ചെയ്താൽ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ അവന്റെ തിരഞ്ഞെടുപ്പിൽ അല്ല നിൽക്കുന്നത്, വിളിക്കകത്താ നിൽക്കുന്നത്. പക്ഷെ തിരഞ്ഞെടുപ്പിലേക്ക് അവൻ പ്രവേശിച്ചിട്ടില്ല. അവനും ഒരു ദൈവ ശുശ്രൂഷകനാണ്. അവൻ അതും ചെയ്ത് കുറെ, ഇതും ചെയ്ത്, അങ്ങനെയും ചെയ്ത് കുറെ, ഇങ്ങനെയും ചെയ്ത്, അവനെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകളും കയറി ചെയ്ത് അകപ്പാട് അവൻ ഗർത്തത്തിൽ വീഴും. എന്നെ ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷ ഞാൻ ചെയ്താൽ അതിൻ്റെ അകത്ത് തിന്മ സ്വാധീനിക്കാൻ, ദുഷ്ടാരൂപികൾക്ക് എൻട്രി അതിലൂടെ കടന്നു വരാൻ, ഒരു പ്രവേശന കവാടം അതിലൂടെ കടന്നു വരാൻ ഇടയായി തീരും. ദൈവം എന്നെ വിളിച്ചു, അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ദൈവം എന്നെ വിളിച്ചിട്ട് എന്തിനായി തെരഞ്ഞെടുത്തോ? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിയോഗിച്ചോ, നിയോഗം, അതാണ് തെരഞ്ഞെടുപ്പ്. എന്തിനു വേണ്ടി എന്നെ നിയോഗിച്ചോ? ആ നിയോഗം ഒരു കാവൽക്കാരനായിട്ടാണോ? അങ്ങനെയാണ് ഞാൻ കാവൽക്കാരനായിരിക്കണം. എന്നെ ഒരു പോലീസുകാരനായിട്ടാണോ തെരഞ്ഞെടുത്തത്? അങ്ങനെയാണ് ഞാൻ പോലീസുകാരനാണ്. എന്നെ ഒരു വക്കീലായിട്ടാണ് തെരഞ്ഞെടുത്തത്? എന്നെ ഒരു ജഡ്ജായിട്ടാണ് തെരഞ്ഞെടുത്തത്? എന്തായിട്ടാണോ തെരഞ്ഞെടുത്തത്, ഞാൻ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണം. എനിക്ക് അതുമുണ്ട്, ഇതുമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വട്ടം ചുറ്റിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മേൽ ദുഷ്ടാരൂപം പ്രവേശിക്കും. ഈ വ്യക്തിക്ക് അസൂയ ഉണ്ടാകും. വേറൊരു ശ്രേഷ്ഠ ശുശ്രൂഷകനെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു മുറിവുറുപ്പുണ്ടാകും. പണ്ട് നമ്മളെ മോശ സഹോദരന്റെ പ്രവാചകൻ മോശയുടെ സഹോദരി മിരിയാം, പുള്ളിക്കാരി പറഞ്ഞില്ലേ, ഈ മോശയോട് മാത്രമോ ദൈവം സംസാരിക്കുകയുള്ളൂ, ഞങ്ങളോടൊക്കെ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരിക്ക് കണ്ടോ, അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. ഭിന്നതയിൽ ദൈവകോപം ഉണ്ടായി. ഭിന്നതയിൽ ദൈവകോപം വരും. ദൈവകോപം ഉള്ളിടത്തെല്ലാം സാത്താന് പ്രവേശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവകോപമുള്ള, നിങ്ങൾ ആ പദം മറന്നു പോകരുത്. ദൈവകോപം ഉള്ളിടത്ത് സാത്താന് പ്രവേശിക്കാൻ സാത്താൻ എന്ന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ദൈവകോപമുള്ള സ്ഥലം അവിടെ സാത്താന്റെ അധികാരമായിരിക്കും. ദൈവകോപമുള്ള ഭവനം അവിടെ സാത്താന്റെ അധികാരത്തിന് കീഴിലായിരിക്കും. ദൈവകോപമുള്ള ശുശ്രൂഷകൻ അവൻ സാത്താനാൽ പറയാൻ പോലും വാക്ക് വരുന്നില്ല, അവൻ സാത്താനാൽ ബന്ധിക്കപ്പെട്ട് തകർന്നടിഞ്ഞു പോകും. കണ്ടോ? ഹല്ലേലൂയ. ദൈവകോപമുള്ളവായി തന്റെ സ്വപുത്രനായ ക്രിസ്തുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ ദൈവകോപമുള്ളവായി. യോഹന്നാൻ 13:27 ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്, അയോഗ്യമായി അപ്പം ഭക്ഷിച്ചതിനെ തുടർന്ന് യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. ഹല്ലേലൂയ. പിന്നീട് സംഭവിച്ചത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, യൂദാസിന്റെ ജീവിതത്തിലെ സംഭവം ശ്രദ്ധിച്ചു കേട്ടെ. ഇതാ യൂദാസിന്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് സംഗതികൾ നഷ്ടപ്പെടുകയാണ്. ഈശോ യോഹന്നാൻ 10:10 പറയുകയാണ്, സാത്താൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും. കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക.
നശിപ്പിക്കുക, മോഷ്ടിക്കുക, കൊല്ലുക. ഇതാണ് അവന്റെ ഏറ്റവും വലിയ പ്രവണത, സാത്താന്റെ പ്രവണത. ദൈവകോപം ഉള്ളവനിലാണ് ഈ 3 കാര്യങ്ങൾ അവൻ വേഗത്തിൽ ചെയ്തെടുക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 1:25 അല്ല ബ്രദറെ വായിക്കണ്ട, ഞാൻ പറയുമ്പോ വായിച്ചാൽ മതി. ഓക്കെ. അപ്പോസ്തല പ്രവൃത്തി 1:25 ഇതാ പത്രോസും മറ്റു അപ്പോസ്തലന്മാരും കൂടെ കൂടി ഈ യൂദാസ് വെച്ചേച്ചു പോയ അപ്പോസ്തല സ്ഥാനത്തിന് പകരം ആരെ തെരഞ്ഞെടുക്കണമെന്ന് ചിന്തിച്ച് അവര് ആ കൂട്ടായ്മയിൽ ആ മീറ്റിങ്ങിൽ അവര് തീരുമാനമെടുത്തൊരു നറുക്കിട്ടു. അത് മത്യാസിന് നറുക്കി വീണു. അവിടെ എഴുതിയിരിക്കുകയാണ്, താൻ വെച്ചേച്ചു പോയ അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയും ആർക്ക് ലഭിക്കണമെന്ന് ചീട്ടിട്ടു. ആ ചീട്ട് മത്യാസിന് വീണു. കണ്ടോ, യൂദാസിന് നഷ്ടപ്പെട്ടത് എന്താണ്? ശുശ്രൂഷ പദവി. രണ്ടാമത് എന്താണ്? അപ്പോസ്തല സ്ഥാനം. അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയുമാണ് നഷ്ടപ്പെട്ടത്. അപ്പോസ്തല സ്ഥാനം എന്നത് കോടികൾ കൊടുത്താൽ കിട്ടത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് ഈ മന്ത്രവാദിയായ ശിമയോൻ പത്രോസ് അപ്പോസ്തലനോട് പറയാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് കോടികളുണ്ട്, അതൊക്കെ വേണമെങ്കിൽ നിനക്ക് തരാം. ഈ പരിശുദ്ധാത്മാവിന്റെ കൈവപ്പിലൂടെ പകരപ്പെടുന്ന ഈ ശുശ്രൂഷ പദവി, ഈ അപ്പോസ്തലിക അഭിഷേകം എനിക്ക് തരാമോ? എത്ര കോടി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല ഈ ശുശ്രൂഷ പദവി എന്നൊക്കെ പറഞ്ഞ് പത്രോസ് പറയുന്ന ഒരു സംഭവം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 8 വായിച്ച കാണാം. ഓക്കെ. അവിടെ വിലമതിക്കാനാകാത്ത ഒരു സ്ഥാനമാണ്, പദവിയാണ് അപ്പോസ്തല സ്ഥാനം. അതാണ് ഒന്നാമതായി യൂദാസിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്. കണ്ടോ, താലന്ത് നഷ്ടപ്പെട്ടു. ഈ സ്ഥാനമാണ് ഈ സാത്താൻ മോഷ്ടിച്ചത്. ഒന്നാമത് സാത്താൻ മോഷ്ടിച്ചു. രണ്ടാമത് നശിപ്പിച്ചു. എന്താണ് നശിപ്പിച്ചത്? ശുശ്രൂഷ പദവി. ഒരു ശുശ്രൂഷ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ ആത്മാവിൽ ദൈവാത്മാവുമായി ഒന്നായി ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാ ശുശ്രൂഷ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, നാം മക്കളെങ്കിലും അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശിയും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശി എന്നൊക്കെ പറയുന്ന ആ ഒരു പശ്ചാത്തലം. എന്റെ പ്രിയമുള്ളവരെ, ഒരു ശുശ്രൂഷ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവ്, യേശുക്രിസ്തുവിനോട് ഞാൻ ഐക്യപ്പെട്ട് യേശുവിന്റെ ആത്മാവിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ പദവി നഷ്ടപ്പെട്ടത്, അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവി നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? യേശുവുമായിട്ടുള്ള യൂദാസിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കണ്ടോ, ഇപ്പോ ഇതാണ് ഈശോ പറഞ്ഞത്, സാത്താൻ വരുന്നു മോഷ്ടിക്കാൻ, നശിപ്പിക്കാൻ. കണ്ടോ, യേശുവുമായിട്ടുള്ള ബന്ധം നശിച്ചു. ശുശ്രൂഷ പദവി നഷ്ടപ്പെട്ടു. പിന്നെ അവൻ എത്ര ശുശ്രൂഷ ചെയ്താലും അത് ശുശ്രൂഷയല്ല, അത് അവന്റെ അറിവിന്റെ തലമാണ്, അവന്റെ മാനുഷികതയാണ്, അവന്റെ പരിചയമാണ്, ഇന്നലകളിലെ ഓർമ്മകളാണ്, ഇന്നലകളിലെ അറിവാണ്. പിന്നെ അവൻ കൈകാര്യം ചെയ്യുന്നതല്ല. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, മൂന്നാമതായി യൂദാസ് കെട്ടി തൂങ്ങി ചത്തു. ഹല്ലേലൂയ. ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ വിശ്വസ്തയോടെ, എന്നെ വിളിച്ച ദൈവം വേർതിരിച്ച എന്തിനായി ഞാൻ നിയോഗിച്ചോ, ഞാൻ അത് തന്നെയാണോ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ ഒരിക്കലും വീണുപോകി. അപ്പോസ്തലനായ പത്രോസ്, ഇപ്പോൾ ഈ ബ്രദർ വായിച്ച തിരുവചനത്തിന്റെ ബാക്കി എത്രയായിരുന്നു? 2 പത്രോസ് 1:10 അതിന്റെ അവസാനം തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് വായിച്ച ബ്രദറെ, 11-ാം തിരുവചനമാണോ വായിച്ചേ? നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഏത് വ്യവസ്ഥയിലൂടെയാണ് നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര അനായാസമായി കടക്കാൻ പറ്റുന്നത്? ഏതിലൂടെയാണ്? ഏത് വ്യവസ്ഥയിലൂടെയാണ്? എന്റെ വിളിക്കകത്താണോ ഞാൻ നിൽക്കുന്നത്? ആ വിളിക്കകത്ത് ദൈവം എന്നെ നിയോഗിച്ചതിലാണോ ഞാൻ ശുശ്രൂഷിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ
ഇവൻ ശുശ്രൂഷയ്ക്ക് ചെയ്യും, എവിടെ എത്തുകയില്ല, ഇവിടെയും ശുശ്രൂഷയിൽ അതിന്റെ പൂർണ്ണതയിലെത്തില്ല. സാത്താൻ ഇവനെ ഉപയോഗിക്കും, ഇവന് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകും, തെറ്റായ ആശയങ്ങൾ ഉണ്ടാകും, ഇവന് ഭയങ്കര വികാരങ്ങൾ ഉണ്ടാകും. അതിലൊരു സംഭവം, ഒരു വൈകല്യം, പല വൈകല്യം ഇവനിൽ പ്രകടമാകും. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വൈകല്യമായിരിക്കും ഇവ മറ്റൊരു ശുശ്രൂഷകനെതിരെ ഉപദ്രവം കൊണ്ടുവരും. കണ്ടോ? ഇവൻ ഒരു ശുശ്രൂഷകനെതിരെ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയാ, ഈ കാലെ പിടിച്ച് താഴോട്ടിട്ടിട്ട് അവൻ സ്വയം കയറാനുള്ള ശ്രമം നടത്തും. അവൻ വേറൊരാൾക്ക് ഉപദ്രവം കൊണ്ടുവരും, തടസ്സം കൊണ്ടുവരും. അവൻ മറ്റൊരു ശുശ്രൂഷകന്റെ ചെറിയൊരു ഫോൾട്ട് കണ്ടിട്ട് അത് അവനോട് പറയാതെ നാടായ നാട് മുഴുവൻ വിളിച്ചു പറയും. അവനെ ഒന്ന് തിരുത്തിയാൽ ഇവൻ ദൈവസന്നിധിയിൽ, ഈ തിരുത്തുന്നവൻ ദൈവസന്നിധി വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ഒറിജിനലുകളായ ദൈവ ശുശ്രൂഷകൻ തിരുത്തൽ ഏറ്റെടുക്കുകയും അവൻ രൂപാന്തരപ്പെടുകയും ശക്തിപ്പെടുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇവനെ ദൈവം നിയോഗിച്ചതിലല്ല ഇവ ശുശ്രൂഷിക്കുന്നതെങ്കിൽ മറ്റൊരു ശുശ്രൂഷകനെതിരെ പച്ചമലയാളത്തിൽ പറഞ്ഞ പാര വെക്കും. ഇവൻ പണി തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവനൊരു ഭയങ്കര പ്രശ്നക്കാരനായിരിക്കും. ഇവൻ അസൂയപ്പെടും. വേറെ ശുശ്രൂഷന്റെ വളർച്ചയും ഇവൻ അസൂയ കാട്ടിക്കൂട്ടും. ഇവൻ അവിടെ ചെന്ന് അപ്പുറം ചെന്ന് ഇപ്പുറം നമ്മുടെ കൂടെ ചിരിച്ചു കാണിക്കും. അപ്പുറം ചെന്നിട്ട് നമുക്കെതിരെ ആ ബ്രദർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ ഭയങ്കരമായി വീർപ്പിച്ച് കെട്ടി അവനിൽ തന്നെ ശൂന്യനായിത്തീരും. ഈ ദൈവ ശുശ്രൂഷകനായിട്ട് ഇവൻ അനുദമിച്ച് കയറി വരും. ഇവനൊരു തെറ്റുപറ്റിയാൽ, ഇവനൊരു കുറവ് പറ്റിയാൽ ഇവൻ അനുദമിച്ച് കയറി വരും. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരുവനോ, ഇവനെതിരെ ഈ വെളി നിയോഗം കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാത്തവനോ അവനെ ആ പോയ വഴിക്ക് പിന്നെ അവനെ കാണത്തില്ല. അതാണ് ഈശോ യൂദാസിനോട് ചോദിച്ചത്, യൂദാസേ, നീ ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനായ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ആ പോക്ക് പോയിട്ട് ഈശോ അടുത്ത വാക്ക് പറയുന്നെങ്ങനെയാണ്, നിനക്ക് ചെയ്യാനുള്ളത് നീ പോയി ചെയ്യുക. ആ പോക്ക് പോയിട്ട് പിന്നെ യൂദാസിനെ കണ്ടിട്ടേ ഇല്ല. കണ്ടോ? ഇവനെ ഏൽപ്പിക്കപ്പെടാത്ത, ഇവനെ നിയോഗിക്കാത്തൊരു ശുശ്രൂഷ കയറി യൂദാസ് ചെയ്തു. ദൈവരാജ്യത്തിൽ വിളിക്കപ്പെട്ടിട്ട് ഏൽപ്പിക്കപ്പെടാത്ത, നിയോഗമില്ലാത്തത് കയറി ചെയ്തു. യൂദാസിന്റെ നാശം സംഭവിച്ചു. അനേക ശുശ്രൂഷകരുടെ ജീവിതത്തിൽ പട്ടുപോയതിന്റെ ഒരു കാരണം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ദൈവം ജെറമ്യായോട് പറഞ്ഞതുപോലെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിനക്ക് ജന്മം തരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. ദൈവ ശുശ്രൂഷയുടെ വിളിയുടെ ആരംഭത്തിൽ ദൈവാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവണതയാണ്, ഒരു പ്രവൃത്തിയാണ് വിശുദ്ധീകരിച്ചെടുക്കുക. ആ വ്യക്തിയെ ശുദ്ധി ചെയ്തെടുക്കുക, നവീകരിക്കുക. ഈ നവീകരിക്കുന്ന നാളിൽ ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാകാം. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു ദൈവദൂതൻ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദൂതൻ ഇങ്ങനെ ദർശനത്തിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മലയും കയറ്റവും ഇറക്കവുമുള്ള പ്രതലത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരു മല കയറുമ്പോൾ അണച്ചു പോകുന്നുണ്ട്. അപ്പൊ ദൂതൻ പറയാണ്, അണയ്ക്കരുത്, തീഷ്ണത വേണം. അങ്ങനെ തീഷ്ണതയോടെ ആ മല കയറുകയാണ്. അടുത്ത നിമിഷം ഒരു വലിയ ഇറക്കത്തിലാണ്. അങ്ങനെ ആ ഇറക്കത്തിലൂടെ പോകുമ്പോൾ കാല് സ്ലിപ്പായി ഈ ദൈവമനുഷ്യൻ, ഈ എളിയവൻ വീഴുകയാണ്. അങ്ങനെ വീണപ്പോൾ പെട്ടെന്ന്, അയ്യോ, ഞാൻ ഇത്രയും വലിയ കയറ്റം കയറി വന്നതല്ലേ, എനിക്ക് ഇങ്ങനെ വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞ് നിലത്ത് കിടക്കുകയാണ്. മൊത്തം ചെളി പുരുണ്ടു. നല്ല വെള്ള വസ്ത്രമാണ്, മൊത്തം ചെളിയാണ്. അങ്ങനെ ചെളി ആയിരിക്കുമ്പോൾ ദൂതൻ മുമ്പിൽ ഇങ്ങനെ പോവാണ്. അപ്പോ ദൂതനോട് പറഞ്ഞാൽ, ഞാനൊരു വലിയ സംഭവമായിട്ടാണ് ദൂതൻ എന്നെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. പെട്ടെന്ന് ദൂതനോട് പറയാനൊരു മടി. പക്ഷേ എന്റെ അകത്ത് ഇന്നലകളിലെ വീഴ്ച വെച്ച് നോക്കും, ഇതൊന്നൊരു വീഴ്ചയല്ലെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുകയാണ്. ആ നിമിഷത്തിൽ ഞാൻ വിളിച്ചു പറയാണ്, ദൂതാ. ദൂതൻ അവിടെ നിൽക്കുക. ദൂതൻ തിരിഞ്ഞു നോക്കി. എന്തേ? ഞാൻ വീണുപോയി. ഞാൻ വിലാപ സ്വരത്തിനെ വിളിച്ചു പറയുന്നത്. ഉടനെ ദൂതൻ വന്ന് എന്റെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന കൂട്ടത്തിൽ ദൂതൻ ഒരു വാക്ക് പറഞ്ഞു, നീ വീണു എന്ന് സമ്മതിക്കുകയും വിലാപത്തോടെ ഇത് ഏറ്റുപറയുകയും ചെയ്തത് കൊണ്ട് നിന്റെ വീഴ്ച ഒരനുഭവം മാത്രമാണ്, അത് നിന്റെ പരാജയത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത നിമിഷം
ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കുളിപ്പിച്ച് ഞാൻ മറ്റൊരു നിലയിലേക്ക് മാറാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ അഭ്യാസം തികയ്ക്കുന്ന കാലത്ത് വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു വരാം. അറിവിൽ പൂർണ്ണനാക്കുന്ന ഒരു കാലമുണ്ട്. ഒരു കാലം എത്രയും നമ്മളെ പഠിപ്പിച്ച് പരിചയപ്പെടുത്തി അങ്ങനെ കൊണ്ടു നടക്കും. അതാണ് ഈ ഹല്ലേലൂയ 2 പത്രോസ് 1:3 തന്റെ ഔന്നത്യത്തിലേക്കും ശ്രേഷ്ഠതയിലേക്കും മഹത്വത്തിലേക്കും 2 പത്രോസ് 1:3 തന്റെ ഔന്നത്യത്തിലേക്കും എന്താണ് വചനം? തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള നമ്മളെ പൂർണ്ണമായ അറിവിലൂടെ. കേട്ടോ, നമ്മളെ എങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത്? മഹത്വത്തിലേക്കാണ്. ദൈവരാജ്യ സംബന്ധമായ വിളിയാ. അത് മഹത്വത്തിന്റെ രാജ്യമാണ്. ആ സമ്പന്നതയുടെ രാജ്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. ആ വിളിച്ച നമ്മളെ പൂർണ്ണമായി അറിയിക്കാൻ ദൈവം എപ്പോഴും സജ്ജമാണ്. നമ്മളെ വിളിച്ച ദൈവം, മഹത്വത്തിലേക്ക് വിളിച്ച ദൈവം, ഔന്നത്യത്തിലേക്ക് വിളിച്ച ദൈവം തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ദൈവം നമുക്ക് കൈമാറുന്ന ദിനങ്ങളാണ് ശുശ്രൂഷയുടെ വിളിയുടെ ആരംഭ നാളുകൾ. അന്ന് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, ദർശനങ്ങൾക്ക് തെറ്റുപറ്റാം, പ്രവചനങ്ങൾക്ക് തെറ്റുപറ്റാം, ശുശ്രൂഷകൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ജീവിത ശൈലികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം ക്രമപ്പെടുത്തി വെട്ടിയൊരുക്കി പരിശുദ്ധാത്മാവ് നമ്മളെ ബലവാനാക്കും, പ്രബലനാക്കും, ശ്രേഷ്ഠനാക്കും, ഉയർത്തി നിർത്തും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ റോമ സഭയോട് അപ്പോസ്തലൻ പറയാണ്. 8:30 വായിച്ചേ ബ്രദറെ, അതിന്റെ 29-30 കൂടി വായിച്ചേ. ഹല്ലേലൂയ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ഏറ്റവും മൂത്ത സഹോദരനായിട്ടാണ് അപ്പോസ്തലൻ യേശുവിനെ കാണിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല, ഇത് ജ്ഞാനത്തിന്റെ അഭിഷേകത്തിൽ വെളിപ്പെടുന്ന സ്വർഗീയ വെളിപാടുകളാണ്. കണ്ടോ, ആദ്യജാതനാകാൻ, മൂത്ത മകനാകാൻ. യേശു പിതാവാൻ ദൈവത്തിന്റെ മൂത്ത മകനും ഞാനും നിങ്ങളും പിതാവാൻ ദൈവത്തിന്റെ മൂത്ത മകന്റെ താഴെയുള്ള ചെറിയ മക്കളാണ്, അനിയന്മാരാണ്, അനീതിമാരാണ്. അപ്പന്റെ മക്കൾ, അപ്പന്റെ മൂത്ത സഹോദരൻ. എന്തൊരു മഹത്വത്തിലേക്കുള്ള വിളിയ, എന്ത് ശ്രേഷ്ഠമാണ് നമ്മുടെ വിശുദ്ധ ജീവിതം. എന്താണ് അതിന്റെ ഒരു വർണ്ണിക്കാൻ പറ്റാത്തൊരു വിളിയല്ലേ നമ്മുടെ ഈ കോള്. ഹല്ലേലൂയ. വായിച്ചേ 30-ാം തിരുവചനം വായിച്ചേ. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ. അവിടെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസിന്. ഈ ജ്ഞാനം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പിതാവാം ദൈവത്തിന്റെ സഭയിൽ പഠിപ്പിക്കുക, റോമാ സഭയിൽ ഇത് പഠിപ്പിക്കുകയാണ്. താൻ എന്താ പറയുക? വായിച്ചേ. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു. കണ്ടോ, മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു. വേറെ ആരെയും വിളിച്ചില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ കണ്ടപ്പോ വിളിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിളിച്ചവരെ നീതീകരിച്ചു. ശ്രദ്ധിച്ചേ. ദൈവം പെട്ടെന്ന് കണ്ടപ്പോ ഒരുത്തന്റെ കയ്യിലൊക്കെ ശുശ്രൂഷ ഏൽപ്പിക്കുകയല്ല. ദൈവം നേരത്തെ എല്ലാം സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത്. ആ കാര്യം മറന്നു. ഹല്ലേലൂയ. വായിച്ച ബ്രദറെ. വിളിച്ചവരെ നീതീകരിച്ചു. വിളിച്ചവന് കുറവുകളുണ്ട്, അവന് ബലഹീനതകളുണ്ട്, അവന് അജ്ഞതയുണ്ട്. നമ്മളെ സുഭാഷിതം 8:1 പറയുന്നത് പോലെ, നിങ്ങൾ ജ്ഞാനത്തിന്റെ വാക്കുകൾ കേൾക്കുവിൻ, അറിവിന്റെ ശബ്ദം കേൾക്കുവിൻ എന്നൊക്കെ പറയുന്ന പോലെ ജ്ഞാനം സംഭരിക്കണം. നമ്മളെ വിളിച്ചപ്പോൾ നമുക്ക് വലിയ ബോധവും വിദ്യാഭ്യാസവും അറിവും പരിജ്ഞാനവും പരിശീലനവും ഒന്നുമില്ല, കുറവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിളിച്ചവനെ ദൈവം
ദൈവം ആയിരിക്കുന്നത് പോലെ ആയിരിക്കാനാണ് ഈ ഭൂമിയിലെ ശുശ്രൂഷ പദവി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠതയ്ക്കൊത്തവണ്ണം ദൈവം വിളിച്ചവനെ വേഗം തന്നെ ആ വിധത്തിൽ പണിയുകയാണ്. ആ വിധത്തിൽ ദൈവം പണിയുകയാണ്. ദൈവം പണിയുന്നതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. അതാണ് ഈശോ അപ്പോസ്തലന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ, പണിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു പ്രബോധനമാണ്. അപ്പോസ്തലന്മാരോട് അവസാനമായി ഈ ഭൂമിയിലെ യേശുവിന്റെ അവസാന വാക്കുകളുടെ ഒരു വാക്കെന്നവണ്ണം ഈശോ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങളുടെ അജ്ഞതയിൽ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. ടോട്ടലി നിങ്ങൾ പവർഫുൾ ആകും. എല്ലാ ഏരിയകളിലും നിങ്ങൾ ശക്തന്മാരും ധീരന്മാരുമായി. ദൈവം എപ്പോഴും ശക്തീകരിക്കുന്നത്, ദൈവം നമ്മളെ പണിയുന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിന് പണിയാൻ അവസരം നിങ്ങൾ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവേ, നീ എന്നെ പണിയണമേ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, മറന്നുപോകല്ലേ, ദൈവം നീതീകരിച്ചവരെ ദൈവം പണിയുന്ന ഒരു പ്രവൃത്തി എല്ലാ കാലത്തും ദൈവത്തിന് എന്നുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. ഈ ഭൂമിയിൽ നീതീകരണം പൂർത്തിയാകുന്നില്ല. നീതീകരിച്ച് അവനെ ഉപയോഗിക്കുമ്പോൾ അവനൊരു കുറവ് കാണും. ദൈവം അതിനെ നീതീകരിക്കും. വീണ്ടും അവനെ നയിക്കപ്പെടുമ്പോൾ ഒരു കുറവ് കാണും, നീതീകരിക്കും. ദൈവം ഇവന്റെ കുറവ്, ഇവന്റെ ബലഹീനത, ഇവന്റെ അജ്ഞത, ഇവന്റെ അറിവില്ലായ്മ, വചനത്തിലുള്ള അറിവില്ലായ്മ, അഭിഷേകത്തിലുള്ള അറിവില്ലായ്മ, കൃപാവരങ്ങളിലുള്ള അറിവില്ലായ്മ, വെളിപാടുകളിലുള്ള അറിവില്ലായ്മ, ദൈവാലോചനകളിലുള്ള അറിവില്ലായ്മ, ദൈവിക പരിജ്ഞാനത്തിലുള്ള അറിവില്ലായ്മ, ഇതൊക്കെ ഇവൻ ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഉണ്ട് എന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം അതിനെല്ലാം ഒരു ഫിൽ നിറച്ച് ഇവനെ നീതീകരിച്ച് നീതിയുടെ സിംഹാസനത്തിലേക്ക് ഇവനെ കൊണ്ടുപോകും. അതാണ് നമ്മുടെ ദൈവം, അതാണ് നമ്മുടെ ശ്രേഷ്ഠം. അതുകൊണ്ട് നമ്മുടെ ബലഹീനത ഓർത്ത് നമുക്ക് സന്തോഷിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഞാനിതെല്ലാം പറയുമ്പോഴും എന്റെ പിന്നാമ്പുറത്തും എന്റെ അകത്തും ദൈവത്തിന്റെ നീതീകരണം നടക്കുന്നുണ്ട്. കാര്യം ഞാൻ പൂർണ്ണനായിട്ടില്ല. പൂർണ്ണനാകാതിരിക്കുമ്പോൾ തന്നെ ഒരു ശുശ്രൂഷയുടെ പദവി എന്റെ ദൈവം എന്നിൽ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ കരുണയും നീതിയും എത്ര വലുതാണ്, ആ വാത്സല്യം എത്ര വർണ്ണനാതീതമാണ്. ഹല്ലേലൂയ. അത് ആർക്ക് വർണ്ണിക്കാൻ കഴിയും? വായിച്ച ബ്രദറെ, ദൈവം വിളിച്ചവരെ നീതീകരിച്ചു, കണ്ടോ? നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. കണ്ടോ? നീതീകരിച്ചവനെ മഹത്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ദൈവത്തിന്റെ വിലയിലേക്ക് ഉയർത്തി. ദൈവത്തിന്റെ വിലയുടെ പേരാണ് ഗ്ലോറി, മഹത്വം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. മഹത്വം ദൈവത്തിന്റെ അതിലേക്ക്, ആ മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുകയാണ്. ഒരു ശുശ്രൂഷകൻ ഭയങ്കര വിലയുള്ളവനാണ്. സമയം നമ്മളെ മുൻപോട്ട് ഓടി പോവാണല്ലോ. ഒരു ശുശ്രൂഷകൻ ഭയങ്കര വിലയുള്ളവനാണ്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തിൽ നിങ്ങൾ ഒരു 4 മുതലുള്ള തിരുവചനങ്ങളിൽ അതിന്റെ അവസാനത്തിലൊക്കെയായി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ദൈവപിതാവ് ഒരു ദേശത്തുള്ള തിന്മയെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവം പറയുകയാണേ, ആ ദേശത്തെ ഞാൻ നശിപ്പിക്കും. ഈ നശിപ്പിക്കുന്ന സ്ഥലത്ത് ഇനി നോഹ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ദാനിയേൽ ഉണ്ടെങ്കിലും ജോബ് ഉണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറയുമ്പോ അവരെ മാത്രം രക്ഷിക്കും, ബാക്കി എല്ലാവരും നശിപ്പിക്കും. അവരിങ്ങനെ ഒരു വിലയുള്ളവരായി, കണ്ടോ, ഭയങ്കര ഒരു ശ്രേഷ്ഠരായി ഇവരുണ്ടെങ്കിൽ പോലും എന്നൊക്കെ പറയണമെങ്കിൽ അത് എന്നാ ഒരു എന്ത് വിലയാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് ദൈവം നമ്മളെ എത്ര സുരക്ഷിതത്വത്തിലാണ്, ഏത് നിലയിലാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക്
ദൈവത്തിന്റെ നീതീകരണം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നു എന്നതുമായി ഈ സെക്ഷൻ നമുക്ക് കൈമാറി തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. നമ്മള് ഇതിന്റെ അനുബന്ധമായുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ തുടർന്നുള്ള ദിനങ്ങളിൽ ഈ പ്രവാചകനും പ്രവചനങ്ങളും എന്ന ഈ സെക്ഷൻ മുന്നോട്ട് നീങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം എങ്ങനെ വരുന്നു, കാറ്റ് എങ്ങനെ വീശുന്നു, അതനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാം. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തോട്ട് വീശട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സമയം നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ ബലഹീനതകളും കുറവുകളും, നമ്മുടെ ചില എടുത്തിയാട്ടങ്ങൾ, ചില ശുശ്രൂഷയിലെ അലംഭാവങ്ങൾ, തീഷ്ണതക്കുറവ്, പ്രാർത്ഥനയ്ക്ക് ഒരു മന്ദഗതി, കർത്താവിന് മുമ്പിൽ ഇരിക്കാൻ സമയമില്ല, ഭയങ്കര ബിസി, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ ബലഹീനതകളെ ഓർത്ത് അല്പനേരം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്തും ബ്ലസ് ചെയ്തും പ്രാർത്ഥിക്കും. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഒരു നിലയിലേക്ക് ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഭാഷാപരത്തിൽ സ്തുതിക്കണം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് വരിക. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കാം.
പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ചിലരുടെ മേൽ ചില പുതപ്പുകൾ വീഴുന്ന ഞാൻ ആത്മാവിൽ കണ്ടു. നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു പുതപ്പ് വീണ അനുഭവം കിട്ടിയവർ ഒന്ന് ഈ അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് നിങ്ങളുടെ അനുഭവം വേഗത്തിൽ 1 മിനിറ്റ് കൊണ്ടെന്ന് പറയാമോ? നിങ്ങൾക്ക് ഈ സ്തുതിക്കുന്ന സമയത്ത് ഒരു പുതപ്പ് വീണോ, ഒരു തീ വീണോ, അങ്ങനെ എന്തെങ്കിലും അനുഭവം കിട്ടിയവർ വേഗത്തിൽ 1-2 വാക്കുകൾ കൊണ്ട് ഒന്ന് പറയാമോ? മറ്റുള്ളവർക്കൊരു സാക്ഷ്യത്തിന് വേണ്ടി. ബ്രദറെ, ഒരു 9:54 സമയം, ആ സമയത്ത് ഒരു പ്രത്യേകമായിട്ട് ഒരു എന്തോ മേലും വന്ന് ഇങ്ങനെ വരുന്നത് പോലെ ഞാൻ ഇങ്ങനെ പിന്നോട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ചേർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ബാക്കിലോട്ട് പോയി, അല്ലെങ്കിൽ ഞാനിങ്ങനെ വീണ് പോയാണ്. ഘനമേറിയ അഭിഷേകം, ഘനമേറിയ അഭിഷേകമാണ് താങ്കളുടെ മേൽ വീണത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ വിളി ഘനമേറിയതായി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ സമയം തിരികെയാണ്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഒരു ചെറിയ ലൈറ്റ്, ഒരു ചെറിയ സ്പോട്ട് ലൈറ്റ് കണ്ട് ഞാൻ എൻ്റെ വലതുവശത്തായിട്ട് ചെറുതായിട്ടാണ്. ആമേൻ. മഹത്വത്തിന്റെ ദൈവം നിങ്ങളെ സന്ദർശിച്ചതാണ് മേരി ടീച്ചറെ. ആമേൻ. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ സമയം. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. നാളെ എല്ലാവരും പ്രാർത്ഥനയോടെ വരിക. നമ്മളെല്ലാവർക്കും പരമാവധി ആളുകൾക്ക്, ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. നമ്മളെ യൂട്യൂബ് ചാനൽ ഇതിന്റെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മള് ജസം ബ്രദർ. അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് കാണാനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ഒക്കെ കാരണമായും ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Thank you, brother. Hallelujah.